ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കാര്യം ചിന്തിച്ചിട്ട് നമുക്ക് കർത്താവിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാം. ഹെബ്രായ ലേഖനം ഹീബ്രൂസ് 4:15 വായിക്കുമ്പോൾ, നമ്മുടെ ദൗർബല്യങ്ങളിൽ നമ്മോട് സഹതപിക്കാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത്. എല്ലാ വിധത്തിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ, എങ്കിലും അവനിൽ പാപമില്ല. അതുകൊണ്ട് നമുക്ക് ഉറപ്പോടെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാം. അങ്ങനെ നമുക്ക് കാരുണ്യം നേടി ആവശ്യ നേരത്തെ സഹായത്തിന് കൃപ പ്രാപിക്കാം. ഇതില് നമുക്കറിയാം കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. കർത്താവ് മനുഷ്യനായി തീർന്നു നമുക്കൊരു എക്സാമ്പിളായി തീർന്നതുകൊണ്ട്, കർത്താവ് മനുഷ്യനായിട്ട് പാപമില്ലാതെ ജീവിച്ചതുകൊണ്ട് നമുക്ക് പ്രത്യാശ. അവൻ എല്ലാ വിധത്തിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ്, എങ്കിലും അവനിൽ പാപമില്ല. അപ്പം കർത്താവിന്റെ ആ പരീക്ഷയെ കുറിച്ചൊന്ന് ചിന്തിച്ചാല്, എങ്ങനെ കർത്താവ് പാപമില്ലാതെ ജീവിച്ചെന്ന് നമുക്ക് എക്സാമ്പിളാണ്. അതിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കിയാൽ നമുക്കും കർത്താവിനെ പോലെ പാപമില്ലാത്തവനായിട്ട് ജീവിക്കുന്നതല്ല, ബട്ട് കർത്താവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും തോറും ഇന്നലേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് ദൈവം അല്ലെ, കഴിഞ്ഞ വർഷത്തേക്കാൾ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം നമുക്ക് കർത്താവ് തരും. ഇപ്പൊ കർത്താവിന്റെ ടെംപ്റ്റേഷൻസ് മാത്യു ചാപ്റ്റർ 4 എടുക്കുമ്പോൾ അതിലൊരു കാര്യം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അപ്പൊ എല്ലാ വിധത്തിലും കർത്താവ് നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കാറുണ്ട്, ഹി നെവർ ഹാഡ് എ മാരീഡ് ലൈഫ്, അല്ലെങ്കിൽ ബട്ട് ഓൾ ദി ടെംപ്റ്റേഷൻസ് ഈ 3 കാറ്റഗറിയുടെ അണ്ടറിലാണ് വരുന്നത്. അത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇപ്പോൾ കർത്താവ് കല്യാണം കഴിച്ചില്ല, അതുകൊണ്ട് മാരീഡ് ലൈഫിലുള്ളവരുടെ പ്രശ്നങ്ങൾ അറിയില്ലെന്നല്ല. നോ, ഓൾ ദി ടെംപ്റ്റേഷൻസ് ആർ കമ്മിങ് അണ്ടർ ദീസ് 3 കാറ്റഗറി. അപ്പൊ ഇതില് കർത്താവ് എങ്ങനെ ഓവർകം ചെയ്തെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ പാപത്തിന്റെ മേലുള്ള വിജയമാണ് ക്രിസ്ത്യൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മൾ സ്ഥലം എടുക്കണ്ട, നമ്മൾ ചിന്തിക്കാറില്ല. 1 Corinthians 15 അധ്യായത്തില് നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമേ ഇല്ല, പാപം ചെയ്യരുത്. സ്ഥലം ഓർമ്മയുണ്ടോ? അതെ, അത് അപ്പൊ നമ്മളെല്ലാവരും ഓർത്തിരിക്കണം. പാപത്തിന്റെ മേലുള്ള വിജയമാണ് ക്രിസ്ത്യൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. 1 Corinthians 15 അധ്യായം. അതല്ല പറയാൻ ഉദ്ദേശിച്ചത്, ജസ്റ്റ് അത് നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരിക്കണം. വാട്ട് ഈസ് ക്രിസ്ത്യൻ ഗ്രോത്ത് എന്നുള്ളത്. 15:33 നിങ്ങൾ സദ്ബുദ്ധികളാകൂ, ഇനി പാപം ചെയ്യരുത്. നിങ്ങളിൽ ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവേ ഇല്ല. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത്, ദൈവം പാപത്തെ വെറുക്കുന്നു. എത്രത്തോളം നമുക്ക് പാപത്തിന് മേൽ വിജയമുണ്ടോ അത്രത്തോളം നമ്മൾ ദൈവഹൃദയത്തെ പ്രീതിപ്പെടുത്തുന്നു, ദൈവവുമായിട്ട് നമ്മൾ താതാത്മ്യപ്പെടുന്നു. അതുകൊണ്ടാണ് എല്ലാ അപ്പസ്തലന്മാരും പഠിപ്പിച്ചതാണ്. 1 John നമ്മൾ വായിക്കുന്നു, കുഞ്ഞുമക്കളെ പാപം ചെയ്യാതിരിക്കാനാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പൊ പാപത്തിന്റെ മേലുള്ള വിജയം നമുക്കറിയാം. ഏദൻ തോട്ടത്തില് എല്ലാം നല്ലതായിരുന്നു. ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ പ്രോബ്ലത്തിന്റെയും കാരണം പാപമാണ്. ഇപ്പൊ ന്യൂക്ലിയർ റീസൺ പാപമാണ്. അല്ല, രാജ്യങ്ങളും യുദ്ധം ഉണ്ടാകുന്നു, അതിന്റെ റീസൺ പാപമാണ്. അല്ലെങ്കിൽ മനുഷ്യൻ രോഗത്തിൽ മരിക്കുന്നു, റീസൺ പാപമാണ്. അപ്പോൾ ആ ഏദൻ തോട്ടത്തിൽ ചെയ്ത പാപമാണ് ഇന്ന് കാണുന്ന എല്ലാ പ്രോബ്ലത്തിന്റെയും കാരണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, 1 John വായിക്കുന്നുണ്ട്, പിശാചിന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാൻ ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടു. പിശാചിന്റെ പ്രവൃത്തി, പിശാച് പാപം ചെയ്യിച്ചു. ദി മോർ വി ആർ ഓവർകമ്മിങ് ദി സിൻ, ദി ബെറ്റർ അവർ ക്രിസ്ത്യൻ ലൈഫ് വിൽ ബി. അതിനൊന്നും സംശയമില്ല. അപ്പൊ കർത്താവ് എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളത് മാത്യു ചാപ്റ്റർ 4 3 നമുക്കറിയാം. ആദ്യം കർത്താവ് 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോ പിശാച് വന്ന് പറഞ്ഞു, നിനക്ക് വിശക്കുന്നെങ്കിൽ, 3-ാം സെന്റൻസ്, പ്രലോഭകൻ വന്ന് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ തിരുവായിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വചനങ്ങളാലും അത്രേ. അപ്പൊ ഇത് ഫസ്റ്റ് ടെംപ്റ്റേഷനാണ്. അതായത് ഡിസയർ ഓഫ് ദി ഫ്ലഷ്. അത് എനി ഡിസയർ ഓഫ് ദി ഫ്ലഷ് ഈസ് കമ്മിങ് അണ്ടർ ദിസ് കാറ്റഗറി. അതുകൊണ്ടാണ് എല്ലാ വിധത്തിലും കർത്താവ് പരീക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഡിസയർ ഓഫ് ദി ഫ്ലഷ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഡിസയർ ഓഫ് ദി ഫ്ലഷ് ഉണ്ടോ? നമ്മൾ ജഡത്തിന്റെ പ്രവൃത്തികൾ ഗലേഷ്യൻസിൽ വായിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ അണ്ടറിൽ വരുന്ന. അപ്പൊ കർത്താവ്
അതിന് കൊടുത്ത റിപ്ലൈ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ തിരുവായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനങ്ങളാലും മാത്രമേ. ഇത് നമ്മളിങ്ങനെ ഇവിടെ വായിക്കുമെങ്കിലും ഇതിന്റെ ഹിസ്റ്ററി അത്ര ചിന്തിക്കാറില്ല. ഇതിന്റെ ഹിസ്റ്ററി ചിന്തിച്ചാലേ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റൂ. നമുക്കറിയാം ഇത് എവിടെ നിന്നാണ്. ഡ്യൂട്രോമി 8 പക്ഷേ നമ്മളിത് വിചാരിക്കും, ശരി ഈ ഒരു വചനം പറഞ്ഞു, പിശാച് പരാജയപ്പെട്ടു. ഡ്യൂട്രോമി 8 ഫുൾ ഓഫ് സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ലെസൺസ്. ഈ ഒരു വചനം ഇസ്രായേൽക്കാർക്ക് ഒരു ദിവസം കിട്ടിയ വചനമല്ല. ഇറ്റ് ഈസ് ദി എന്താ പറയുന്നത്, 40 വർഷത്തെ ജീവിതത്തിന്റെ അവസാനം എത്തിച്ചേർന്ന വചനം. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നിങ്ങൾ 8ാം അധ്യായം, നിങ്ങൾ ജീവനോടെ ഇരിക്കാനും വർദ്ധിക്കാനും നിങ്ങളുടെ പിതാക്കന്മാർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിച്ച് അത് കൈവശമാക്കാനും ഈ ദിവസം ഞാൻ നിന്നോട് അനുശാസിക്കുന്ന കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം ആചരിക്കുക. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിനയമുണ്ടാക്കാനും നീ അവന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച് നിന്റെ മനസ്സിലിരിപ്പ് ഗ്രഹിക്കാനും ഈ 40 വത്സരം മരുഭൂമിയിലൂടെ നിന്നെ നയിച്ച വഴികളെല്ലാം നീ ഓർമ്മിക്കുക. ഈ വചനം ഇറ്റ് ഈസ് ആഫ്റ്റർ 40 years. ഡ്യൂട്രോമി എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ 5ാമത്തെ ബുക്കാണ്. ഡ്യൂട്രോമി ആവർത്തന റിപ്പീറ്റേഷനാണ്. നിന്റെ മനസ്സിലിരിപ്പ് ഗ്രഹിക്കാൻ ഈ 40 വത്സരം മരുഭൂമിയിലൂടെ നിന്നെ നയിച്ച വഴികളെല്ലാം നീ ഓർമ്മിക്കുക. അവൻ നിന്നെ 3ാം സെന്റൻസ് വിനീതനാക്കുകയും വിശന്നു വലയാൻ നിനക്ക് ഇടവരുത്തുകയും നിനക്ക് നിന്റെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന നിന്നെ തീറ്റുകയും ചെയ്തു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് കർത്താവിന്റെ തിരുവായിൽ നിന്ന് പുറപ്പെടുന്നവയെല്ലാം കൊണ്ട് അത്രേ എന്ന് നിന്നെ അറിയിക്കാനായിരുന്നു ഇത്. ഈ 40 വത്സരം അത്രയും നീ ധരിച്ചിരുന്ന വസ്ത്രം പഴകി കീറുകയോ നിന്റെ പാദങ്ങൾ നീര് വന്ന് വീങ്ങുകയോ ചെയ്തില്ല. ഒരു മനുഷ്യൻ തന്റെ പുത്രന് ശിക്ഷണം കൊടുക്കുന്നത് പോലെ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് ശിക്ഷണം നൽകി എന്ന് നീ മനസ്സിലാക്കുക. അതിനാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ മാർഗങ്ങളിൽ സഞ്ചരിച്ച് അവനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പാലിക്കണം. അപ്പൊ ഇവിടെ ഈ 3ാം സെന്റൻസിൽ എഴുതിയേക്കുന്നത് ഇംഗ്ലീഷിൽ വായിച്ച ഇത്തിരിയോടെ, അവൻ നിന്നെ വിനീതനാക്കുകയും വിശന്നു വലയാൻ നിനക്ക് ഇടവരുത്തുകയും നിനക്ക് നിന്റെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന നിന്നെ തീറ്റുകയും ചെയ്തു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് കർത്താവിന്റെ തിരുവായിൽ നിന്ന് പുറപ്പെടുന്നവയെല്ലാം കൊണ്ട് അത്ര എന്ന് നിന്നെ അറിയിക്കാനായിരുന്നു ഇത്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അറിയിക്കാനല്ല, ടീച്ച് ചെയ്യാനായിരുന്നു. വായിക്കാൻ ഡ്യൂട്രോമി 8:3. അപ്പൊ ഇത് കർത്താവ് ഒരു വചനം കോട്ട് ചെയ്തു. ബട്ട് ഇതിന്റെ പിന്നില് ഒരു 40 years ഓഫ് ഹിസ്റ്ററിയുടെ എൻഡിലാണ് ആ വചനം എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, കർത്താവിനെ സംബന്ധിച്ച് അത് കർത്താവ് ഇമ്മീഡിയറ്റ്ലി അറ്റൈൻ ചെയ്തു. നമ്മളെ സംബന്ധിച്ച് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇസ്രായേൽക്കാർ 40 years എടുത്തു. 8:3. സോ ഹി ഹംബിൾഡ് യു, അലൗഡ് യു ടു ഹങ്കർ and fed you with manna which you did not know, nor did your fathers know, that he might make you know that man shall not live by bread alone, but man lives by every word that proceeds from the mouth of the Lord. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 8:16 വായിക്കുമ്പോൾ, അവനാണ് നിന്നെ വിനീതനാക്കാനും പരീക്ഷിക്കാനും അവസാനം നന്മ ചെയ്യാനും വേണ്ടി നിന്റെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന കൊണ്ട് മരുഭൂമിയിൽ നിന്നെ പോറ്റിയത്. അപ്പൊ ദൈവത്തിന്റെ നമ്മളോടുള്ള എല്ലാ അഡ്വേഴ്സ് ഡീലിങ്ങിന്റെയും ലക്ഷ്യം എന്താണെന്ന് നമ്മൾ മറക്കരുത്. ലക്ഷ്യം എന്താ? നമുക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. അപ്പൊ 8:16 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവനാണ് നിന്നെ വിനീതനാക്കാനും പരീക്ഷിക്കാനും അവസാനം നന്മ ചെയ്യാനും വേണ്ടി നിന്റെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന കൊണ്ട് മരുഭൂമിയിൽ നിന്നെ പോറ്റിയത്. അപ്പൊ മന്ന കൊണ്ട് ദൈവം ചെയ്ത കാര്യം, ഇപ്പൊ 2ാം സെന്റൻസും വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിനയം ഉണ്ടാക്കാനും നീ അവന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച് നിന്റെ മനസ്സിലിരിപ്പ് ഗ്രഹിക്കാനും ഈ 40 വത്സരം മരുഭൂമിയിലൂടെ നിന്നെ നയിച്ച വഴികളെല്ലാം നീ ഓർമ്മിക്കുക. അപ്പൊ ഇതിൽ മന്ന കൊണ്ട് എങ്ങനെ പരീക്ഷിച്ചെന്ന് നമുക്കറിയാം. ജസ്റ്റ് ഇറ്റ് ഈസ് ഗുഡ് ടു ഗോ ത്രൂ ഇറ്റ്. എക്സോഡസ് 16 എടുക്കുമ്പോൾ, അപ്പൊ ദൈവം മന്ന കൊണ്ട് പരീക്ഷിച്ചപ്പോ ദൈവം മനസ്സിലാക്കിയ ഒരു കാര്യം,
വേറെ ഗ്രൂപ്പ് ഓഫ് ഡിസൊബീഡിയൻറ്റ് ചിൽഡ്രൻ, ഒരു രീതിയിലും അനുസരിക്കാത്തവരാ. 16 അതിൻ്റെ 13 തുടങ്ങി 14 തുടങ്ങി വായിക്കുമ്പോൾ, മഞ്ഞ് മാറിയപ്പോൾ മരുഭൂമിയിലെല്ലാം ചെതുമ്പൽ പോലെ നേരിയ ഒരു വസ്തു ഉറച്ച പൊടിമഞ്ഞിന് സദൃശമായി കാണപ്പെട്ടു. ഇസ്രായേൽ ജനം അത് കണ്ട് എന്താണിത് എന്ന് പരസ്പരം ചോദിച്ചു. അത് എന്താണ് എന്ന് അവർക്ക് മനസ്സിലായില്ല. മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നിരിക്കുന്ന അപ്പമാണിത്. ഓരോരുത്തരും തനിക്ക് കഴിക്കാവുന്നിടത്തോളം എടുക്കുക. ഒരാൾക്ക് ഇടങ്ങഴി എന്ന കണക്കിൽ കൂടാരത്തിലുള്ളവരുടെ എണ്ണം അനുസരിച്ചെടുക്കാം എന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്തു. അവരിൽ ചിലർ കൂടുതലും ചിലർ കുറച്ചും ശേഖരിച്ചു. ഫസ്റ്റ് ടെസ്റ്റ് എല്ലാവരോടും പറഞ്ഞു, ഒരിടങ്ങഴി വീതേ. പക്ഷെ ചിലരെന്ത് ചെയ്തു? ചില കൂടുതലെടുത്ത് ചിലർ കുറച്ചെടുത്തു. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടുമാണെന്നുള്ള കണ്ടീഷനിൽ എത്തിപ്പെട്ടതിന് മുമ്പുള്ള ആ സ്റ്റേജസ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ ടു കം ടു ദി ടോട്ടൽ ഒബീഡിയൻസ്. അപ്പൊ ഇവിടെ അവരിൽ ചിലർ കൂടുതലും ചിലർ കുറച്ചും ശേഖരിച്ചു. പക്ഷെ ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ കൂടുതൽ വാരിയവന് കൂടുതലോ കുറച്ച് വാരിയവന് കുറവോ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും തനിക്ക് തിന്നാൻ വേണ്ടത് മാത്രം ശേഖരിച്ചിരുന്നു. ഈ സെന്റൻസ് ന്യൂ ടെസ്റ്റ്മെന്റിൽ വായിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഭയങ്കര സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ഉള്ള. കാരണം നമ്മൾ ഈ പിള്ളേർ മുട്ടായി പറക്കുന്ന പോലെ കൂടുതൽ വാരി എടുക്കാറുണ്ട് അല്ലേ? പിള്ളേരെ മുട്ടായി പറക്കൽ മത്സരം കണ്ടിട്ടില്ലേ? പിള്ളേര് പാവാടയ്ക്കടിയിലും നിക്കറിനടിയിലും എല്ലാം മുട്ടായി വാരി ഒരിടങ്ങി എടുക്കാവുള്ള ദൈവം പറഞ്ഞു. ഒന്നി കൂടുതലെടുത്തു, ചിലർ ഒന്നെടുത്തു, ഒന്നി കുറവെടുത്ത് എഴുതിയിട്ടില്ല. 2 കൊറിന്ത്യൻസ് 8 എടുക്കുമ്പോൾ അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മളിത് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ കൽപ്പനയുണ്ട്, ഉണ്ണാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ അത് മതി എന്ന് ഒരു ക്രിസ്ത്യ വിശ്വാസി ഹൃദയത്തിൽ നിരൂപിക്കുന്നില്ല എങ്കിൽ അവൻ സാമ്പത്തിക കാര്യങ്ങളിൽ മാനസാന്തരപ്പെട്ട ഒരു ക്രിസ്ത്യ വിശ്വാസി എന്ന് പറയാൻ പറ്റത്തില്ല. 2 കൊരിന്ത്യർ 8 അധ്യായത്തില് അതിന്റെ 12 തുടങ്ങി. ബാബു ഒന്ന് നയിക്കാം. 2 കൊരിന്ത്യർ 8:12. സന്നദ്ധത ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇല്ലാത്തതനുസരിച്ചല്ല ഉള്ളതനുസരിച്ച് കൊടുക്കുന്നതിലാണ് ദൈവ സ്വീകാര്യത ഉണ്ടാകുക. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച് മറ്റുള്ളവരെ സഹായിക്കണം എന്നല്ല എന്റെ ആഗ്രഹം. ഇന്ന് നിങ്ങൾക്കുള്ള സമൃദ്ധി അവരുടെ ആവശ്യത്തിൽ ഉതകണം, നിങ്ങളുടെ ആവശ്യത്തിൽ അവരുടെ സമൃദ്ധി ഉതകണം. അങ്ങനെ സമത്വം ഉണ്ടാകണം. ഏറെ ശേഖരിച്ചവന് ഒട്ടും മിച്ചമുണ്ടായില്ല, അല്പം ശേഖരിച്ചവന് ഒട്ടും കുറവുണ്ടായില്ല എന്ന് വിശുദ്ധ ലിഖിതത്തിലുണ്ടല്ലോ. എന്ന് വിശുദ്ധ ലിഖിതത്തിലുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. നമുക്ക് കാറൽ മാർക്സ് ഇക്വാലിറ്റി പഠിപ്പിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൈബിൾ പഠിപ്പിച്ചു. ബൈബിളിനെ ഒരു ക്രിസ്ത്യ ബുക്ക് എന്നുള്ള കളർ ഉണ്ടായിരുന്നുണ്ട്, ആരും അത് സൈറ്റ് ചെയ്തില്ലെന്നുള്ളൂ. നമുക്ക് ബൈബിളിൽ പഠിപ്പിച്ചേക്കുന്ന ഒരു കാര്യം നോക്ക്. ഇന്ന് നിങ്ങൾക്കുള്ള സമൃദ്ധി അവരുടെ ആവശ്യത്തിൽ ഉതകണം, നിങ്ങളുടെ ആവശ്യത്തിൽ അവരുടെ സമൃദ്ധി ഉതകണം. അങ്ങനെ സമത്വം ഉണ്ടാകണം. ഏറെ ശേഖരിച്ചവന്, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് കർത്താവ് സൈറ്റ് ചെയ്ത ആ വചനത്തിൽ എത്തിച്ചേർന്നെന്നുള്ള ഹിസ്റ്ററിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏറെ ശേഖരിച്ചവന് ഒട്ടും മിച്ചം ഉണ്ടായില്ല, അല്പം ശേഖരിച്ചവന് ഒട്ടും കുറവുണ്ടായില്ല. നോക്ക്, ഇത് വിശ്വാസത്താലുള്ള ജീവിതത്തെ കുറിച്ച് കർത്താവ് അവിടെ പഠിപ്പിച്ചത്. അതായത് കർത്താവ് പഠിപ്പിച്ച വചനം, അതായത് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന്. അപ്പൊ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. കമ്മിങ് ബാക്ക് ടു എക്സോഡസ് 16 വരുമ്പോ ഇടങ്ങഴി കൊണ്ട് 18 സെന്റൻസ്, ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ കൂടുതൽ വാരിയവന് കൂടുതലോ കുറച്ച് വാരിയവന് കുറവുണ്ടായിരുന്നില്ല. ലെറ്റ് മീ റിമൈൻഡ് യു, അതായത് ഇഫ് യു ആർ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ലോർഡ്, ലോകക്കാരുടെ കാര്യത്തെ കുറിച്ചല്ല ദൈവത്തിന്റെ വചനത്തിൽ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ കുറച്ച് വാരിയതുകൊണ്ട് കുറവോ കൂടുതൽ വാരിയതുകൊണ്ട് കൂടുതലോ ഉണ്ടാകത്തില്ല. നോ, കാരണം നമ്മൾ ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും പറ്റില്ല. അതുകൊണ്ട് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ നോക്കിപ്പോൾ നമ്മൾ 25 റൂമുള്ള ഒരു വീടുണ്ടാക്കിയാലും എത്ര റൂമിൽ കിടന്നുറങ്ങും രാത്രി? അലാം വെച്ച് മാറി മാറി കിടന്നുറങ്ങും? നോ. സി, നമ്മുടെ ഒരു ഹൃദയാവസ്ഥയാണ് മനുഷ്യന് ഈ ലോകത്തിലെ മെറ്റീരിയലിനോടുള്ള ക്രേസ് എന്ന് പറയുന്നത്. നമുക്ക് ലോക സ്നേഹത്തിന്റെ ഒരു പാർട്ടാണ്. അതർവൈസ് നമ്മൾ കണ്ടന്റഡ് ആയിരിക്കും ഉള്ള കാര്യത്തിൽ. കാരണം ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി.
അതിനപ്പുറത്തേക്ക് ഒന്നും മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ 20ാം സെന്റൻസ്. പക്ഷേ അവർ മോശയെ അനുസരിച്ചില്ല. 19ാം സെന്റൻസ്. അടുത്ത ദിവസം രാവിലത്തേക്ക് ആരും ബാക്കി വച്ചേക്കരുത് എന്ന് മോശ പറഞ്ഞു. പക്ഷെ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ കുറെ രാവിലത്തേക്ക് സൂക്ഷിച്ചു വെച്ചു, എന്നാൽ അത് പുഴുത്ത് ദുർഗന്ധം വമിച്ചു. മോശ അവരോട് കോപിച്ചു. പിന്നീട് ഓരോ പ്രഭാതത്തിലും അവർ തങ്ങൾക്ക് തിന്നാവുന്നത് ശേഖരിക്കും. വെയിൽ ഉറയ്ക്കുമ്പോൾ അത് അലിഞ്ഞു പോകും. 6ാം ദിവസം അവർ ഒരാൾക്ക് 2 ഇടങ്ങഴി വീതം ഇരട്ടി ആഹാര സാധനം ശേഖരിച്ചു. സമൂഹ പ്രമാണികളെല്ലാം വന്ന് ഇതേപ്പറ്റി മോശയോട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചത് തന്നെയാണ് ഇത്. നാളെ പുണ്യവിശ്രമ ദിനമാകുന്നു, കർത്താവിനുള്ള വിശുദ്ധ ശാബത്ത്. ചുടേണ്ടതെല്ലാം ചുടുക, വേവിക്കേണ്ടതെല്ലാം വേവിക്കുക. ബാക്കി വരുന്നത് രാവിലത്തേക്ക് സൂക്ഷിക്കുക. മോശ നിർദ്ദേശിച്ച മാതിരി അവർ അത് പിറ്റേന്ന് രാവിലത്തേക്ക് സൂക്ഷിച്ചു വെച്ചു. അത് പുഴുത്ത് ദുർഗന്ധം വമിച്ചില്ല. മോശ പറഞ്ഞു, ഇത് ഇന്ന് ഭക്ഷിക്കുക. ഇന്ന് കർത്താവിനുള്ള ശാബത്താകയാൽ ഇത് വെളിയിൽ നിന്ന് കിട്ടുകയില്ല. 6 ദിവസവും നിങ്ങൾ അത് ശേഖരിക്കുന്ന 7ാം ദിവസം ശാബത്താകയാൽ അത് ലഭിക്കുകയില്ല. അടുത്ത സെന്റൻസ്. 7ാം ദിവസം ചിലർ അത് ശേഖരിക്കാൻ പുറത്തേക്ക് ചെന്നു, പക്ഷെ ഒന്നും കണ്ടില്ല. അപ്പോൾ കർത്താവ് മോശയോട് ചോദിച്ചു, എത്ര കാലത്തേക്ക് നിങ്ങൾ എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കാൻ വിസമ്മതിക്കും? നോക്കൂ, കർത്താവ് നിങ്ങൾക്ക് ശാബത്ത് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് 2 ദിവസത്തേക്കുള്ള ഭക്ഷണം 6ാം ദിവസം നിങ്ങൾക്ക് തരുന്നു. 7ാം ദിവസം സ്വസ്ഥമായി ഇരിക്കണം. ആരും പുറത്തേക്ക് പോകരുത്, അവിടെ തന്നെ ഇരിക്കണം. അതനുസരിച്ച് ജനം 7ാം ദിവസം വിശ്രമിച്ചു. നോക്ക്, അപ്പം ദൈവം മന്ന കൊണ്ട് ഇസ്രായേൽക്കാരെ പരീക്ഷിച്ചപ്പോൾ അനുസരിച്ച കുറെ പേരുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെ നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. ഭയത്തോടു കൂടി ദൈവകൽപ്പന അനുസരിക്കുന്ന കുറച്ച് മനുഷ്യ ലോകത്തിലുണ്ട്. അവർ ഭൂമിയുടെ ഉപ്പാണ്. ദേ ആർ പ്രിസർവിങ് ദി വേൾഡ്. അപ്പൊ നമ്മൾ ആ കൂട്ടത്തിൽ, നമ്മളെല്ലാവരും കർത്താവിനെ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിലായി തീർന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുകയും ഈ ഡിസൊബീഡിയൻസിന് ദൈവം കൊടുത്ത ശിക്ഷയെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട്. അപ്പൊ ഇവിടെ കമ്മിങ് ബാക്ക് ടു ഡ്യൂട്രോമി 8 അവരെ പരീക്ഷിച്ച കാര്യം എഴുതിയിരിക്കുന്നത്. ഡ്യൂട്രോമി 8:16 നമ്മൾ കണ്ടു, അവനാണ് നിന്നെ വിനീതനാക്കാനും പരീക്ഷിക്കാനും അവസാനം നന്മ ചെയ്യാനും വേണ്ടി നിന്റെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന കൊണ്ട് മരുഭൂമിയിൽ വെച്ച് നിന്നെ പോറ്റിയത്. എങ്ങനെയാ മന്ന കൊണ്ട് വിനീതനാക്കിയത്? എങ്ങനെയാ? നമ്മുടെ ജീവിതം നമുക്ക് നാളത്തേക്ക് നമുക്ക് ജീവിക്കണമെങ്കിൽ കർത്താവിന്റെ കരുണ കൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റുമെന്ന് തിയററ്റിക്കലി നമ്മൾ പലപ്പോഴും എഗ്രി ചെയ്യും. ഒരു ദിവസം കർത്താവ് ജീവിപ്പിച്ചില്ലെങ്കിൽ നാളെ ജീവിക്കില്ല. ഇറ്റ് ഈസ് ട്രൂ, സത്യമാണ്. പക്ഷെ എത്ര പേരുടെ ഹൃദയത്തിൽ നിന്ന്, അതായത് ഇന്ന് ഞാൻ ജീവനോട് ഇരിക്കുന്നത് കർത്താവിന്റെ കരുണ കൊണ്ട് മാത്രമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 15:10 ഞാൻ എന്തായിരിക്കുന്നു. ഇത് നമ്മൾ തിയററ്റിക്കലി നമ്മളെല്ലാം എഗ്രി ചെയ്യും 100%. ബട്ട് ഇൻ ലൈഫ് നമുക്ക് ഒരു ദിവസം പോലും കർത്താവിന്റെ കരുണ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത്രയേറെ ടോട്ടലി ഡിപ്പെൻഡിങ് ആണോ നമ്മുടെ ലൈഫ് കർത്താവില്. ഹൃദയത്തിന്റെ അവസ്ഥ ദൈവത്തിനെ അറിയാവുള്ളൂ. അതേസമയം നമുക്കുള്ള എന്തെങ്കിലും റിസോഴ്സിലോ അല്ലെങ്കിൽ നമുക്കുള്ള സാമ്പത്തിക സ്ഥിതിയിലോ നമുക്കുള്ള ആരോഗ്യത്തിലോ എന്തിലൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ ഈ വചനം കർത്താവ് സൈറ്റ് ചെയ്ത പോലെ, കർത്താവ് ഇത് സൈറ്റ് ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ സൈറ്റ് ചെയ്താൽ സ്കേവായുടെ മക്കൾ സൈറ്റ് ചെയ്ത പോലെ ഇരിക്കും. സ്കേവായുടെ മക്കൾ പറഞ്ഞില്ലേ, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഭൂതത്തോട് പുറത്താകാൻ പറഞ്ഞ പോലെ ഇരിക്കും. സോ നമ്മുടെ ഡിപ്പെൻഡൻസ്, കർത്താവിലുള്ള ഡിപ്പെൻഡൻസ്, അതായത് നാളെ ഞാൻ ജീവനോടെ ഇരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നാളെ എനിക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ എൻ്റെ കർത്താവ്, നോക്ക്, ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണത്തിനുള്ള റിസോഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാനുള്ള ആരോഗ്യം ദൈവം തന്നാലേ കഴിക്കാൻ പറ്റും, അല്ലെ? നമുക്കൊക്കെ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അറിയാം. അതായത് ദൈവം ഒരു ദിവസം ജീവിപ്പിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഡിപ്പെൻഡൻസ്, ഇതാ ദൈവം അവിടെ ശോധന ചെയ്തൊരു കാര്യം. ഞാൻ എൻ്റെ 16ാം സെന്റൻസ്. അപ്പം എങ്ങനെ വിനീതനാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എത്ര ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നോ പ്രോബ്ലം. ബട്ട് പണം കൂടുമ്പോൾ നോർമലി ദൈവത്തിന്റെ ഡിപ്പെൻഡൻസ് കുറയാണ് കൂടുകയാണ് ചെയ്യുന്നത്. എവരിബഡി നോസ്. പണത്തോടുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പറയും, എന്ത് പറയും, ഒരു പ്രോബ്ലം ഇല്ലാതെ. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് പണം കൂടുമ്പോൾ ദൈവത്തിന്റെ ഡിപ്പെൻഡൻസ് കുറയാണ് കൂടുകയാണ് ചെയ്യുന്നത്. ഈ ജെയിംസ് 2:5 വായിക്കുമ്പോൾ നോക്കുക, 2:5 യാക്കോബ്. എന്റെ പ്രിയപ്പെട്ട സഹോദരരെ ശ്രദ്ധിക്കൂ, വിശ്വാസത്തിൽ സമ്പന്നരും
തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രാജ്യത്തിന് അവകാശികളുമായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? Is it true or false? അത് NIV വായിക്കുകയാണെങ്കിൽ NIV ഉണ്ടെന്ന് വായിക്കാൻ. Listen, my dear brothers and sisters, has not God chosen those who are poor in the eyes of the world to be rich in faith? Lord has chosen those who are poor in the sight of the world, but rich in faith. അപ്പൊ ലോകത്തിന്റെ മുമ്പിൽ അവര് പാവപ്പെട്ടവരാ, ബട്ട് ദൈവത്തിന്റെ മുമ്പിൽ റിച്ചാ. ഈ മലയാളം കറക്റ്റ് തന്നെയാ. ഇതിൽ എഴുതിയേക്കുന്നത് സോറി, അതിന്റെ 5 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്: എന്റെ പ്രിയപ്പെട്ട സഹോദരരെ ശ്രദ്ധിക്കും. ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, അലേർട്ട് ആയിരിക്കണം, ബി കെയർഫുൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരരെ ശ്രദ്ധിക്കൂ. വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രാജ്യത്തിന് അവകാശികളുമായി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിലെ പാവപ്പെട്ടവരെ അല്ലേ. അതുകൊണ്ട് സമ്പന്നരായാൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ലെന്നോ, അല്ലെങ്കിൽ ദരിദ്രനായതുകൊണ്ട് വിശ്വാസത്തിൽ സമ്പന്നനായിക്കൊള്ളണമെന്നൊന്നുമില്ല. ദർ ഇസ് നോ മീനിങ് ലൈക്ക് ദാറ്റ്. അറ്റ് ദി സെയിം ടൈം നോർമലി ഒബ്സർവ്ഡ് ട്രൂത്ത് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് മനുഷ്യൻ ഉയരുമ്പോൾ ദൈവാശ്രയം കുറയും. അത് നാച്ചുറലാ. ഈ ഡ്യൂട്രോമി 8-ാം അധ്യായം തന്നെ 8:11 തുടങ്ങി വായിക്കുമ്പോൾ ഭാഗം വായിക്കും: നീ നിന്റെ ദൈവമായ കർത്താവിനെ മറക്കാതിരിക്കാനും ഇന്നേ ദിവസം ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും അനുശാസനങ്ങളും ചട്ടങ്ങളും ലംഘിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പൊ നിക്ക്, അതായത് പോസിബിലിറ്റീസ് എഴുതിയേക്കുന്നത്: നീ നിന്റെ ദൈവമായ കർത്താവിനെ മറക്കാതിരിക്കാനും ഇന്നേ ദിവസം ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും അനുശാസനങ്ങളും ചട്ടങ്ങളും ലംഘിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. നീ ഭക്ഷിച്ച് തൃപ്തനായി നല്ല ഭവനങ്ങൾ നിർമ്മിച്ച് അവയിൽ വസിക്കുമ്പോൾ നിന്റെ ആട്ടിൻപറ്റങ്ങളും കാലിക്കൂട്ടങ്ങളും പെരുകുകയും നിന്റെ വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും നിനക്കുള്ളവയെല്ലാം ഏറുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം അഹങ്കരിച്ച് ഈജിപ്ത് ദേശത്ത് നിന്ന് അടിമ ഭവനത്തിൽ നിന്ന് നിന്നെ ആനയിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ മറക്കാതിരിക്കണം. അതെ, അപ്പൊ ഇതൊക്കെ വാണിങ്ങളാണ് ദൈവത്തിന്റെ വചനത്തിൽ. അതുകൊണ്ട് വീട് വെച്ചാല് അല്ലെങ്കിൽ സ്വർണം വെള്ളിയും വർദ്ധിക്കാൻ സാമ്പത്തികമായിട്ട് ഉയർന്നാല് ഇതിൽ എഴുതിയേക്കുന്നത് നീ ഭക്ഷിച്ച് തൃപ്തനായി. കാരണം ഇവരുടെ ഹിസ്റ്ററി നമ്മൾ ഓർക്കണം. ദേ വർ സ്ലേവ്സ്. കാരണം സ്ലേവ് മാസ്റ്റേഴ്സിന്റെ അണ്ടറിൽ സഫർ ചെയ്ത് നമ്മൾ വായിക്കുന്നുണ്ട്, എക്സോഡസിൽ വായിക്കുന്നുണ്ട്. അവരുടെ രോദനം കേട്ടിട്ട് കർത്താവിന് മനസ്സലിവുണ്ടായതാണ്. അവര് അതായത് ഈ കങ്കാണികളുടെ ചാട്ടവാറ അടിയേറ്റ് കരഞ്ഞ്, അതായത് ഒന്നുമില്ലാത്തവര്. കാരണം സ്ലേവ്സിനൊന്നുമില്ല, ഈജിപ്തിലെ സ്ലേവ്സ് ആയിരുന്നു. പക്ഷെ ഇങ്ങോട്ട് ദൈവം അവർക്ക് എല്ലാം റെഡിമെയ്ഡ് ആയിട്ടുള്ള, ഇവർ പണിയാത്ത വീടുകൾ, ഇവർ പണിയാത്ത മുന്തിരിത്തോട്ടങ്ങൾ എല്ലാം. അതായത് നോക്ക്, നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതി ഉയരുന്ന ആ ഡിഫറൻസ്. ഇപ്പൊ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പ്രകൃത്യ ദൈവമായിരുന്നിട്ടും മനുഷ്യനായി. ആ ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. അറ്റ് ദി സെയിം ടൈം നമ്മുടെ പിൻകാല ജീവിതത്തിലെ സാമ്പത്തിക സ്ഥിതിയും ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയും ഇറ്റ് ക്യാൻ ബി ആൻ ഇൻഡെക്സ് വിത്ത് വിച്ച് യു ക്യാൻ ബിക്കം പ്രൗഡ്. അപ്പൊ അത് ഇവരെ സംബന്ധിച്ച് ഇവർ ഒന്നും ഇല്ലാത്തവരായിരുന്നു. ഒന്നും ഇല്ലാത്തവർക്ക് എല്ലാം ഉണ്ടായി. സോ ദർ ഇസ് എ ചാൻസ് ഫോർ ദം ടു ബിക്കം പ്രൗഡ്. അതവിടെ എഴുതിയേക്കുന്നത്. നീ ഭക്ഷിച്ച് തൃപ്തനായി. കാരണം അവർക്ക് അവിടെ ഭക്ഷണമുണ്ട്, നമുക്കറിയാം. അവർക്ക് മീനും ഇറച്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അടിമത്തത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കഴിച്ചാലും അതിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നോ, നീ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കൊന്നുമില്ല. ടോട്ടൽ ഫ്രീഡം, എല്ലാ റെഡിമെയ്ഡ് സാധനങ്ങൾ. അതായത് അവിടെ വെള്ളം ചുമന്ന് ഭൂമി നനച്ചിരുന്നു, ഇവിടെ മഴ പെയ്യുന്ന നാട്. നീ ഭക്ഷിച്ച് തൃപ്തനായി നല്ല ഭവനങ്ങൾ നിർമ്മിച്ച്. ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു അസ്. നമുക്കിത്, നമ്മൾ ഇതിൽ നിന്ന് ഇമ്മ്യൂണാന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ വിഡ്ഢികളെന്നേ പറയാൻ പറ്റും. നീ ഭക്ഷിച്ച് തൃപ്തനായി നല്ല ഭവനങ്ങൾ നിർമ്മിച്ച് അവയിൽ വസിക്കുമ്പോൾ നമുക്ക് മനുഷ്യന്റെ നോർമൽ ടെൻഡൻസി, അഹങ്കാരം മനുഷ്യന്റെ കൂടെ പുറപ്പാം. നമുക്ക് ഫസ്റ്റ് സിൻ എടുത്താല് ലൂസിഫർ, ഗ്ലോറിയസ് ആയിട്ടുണ്ടായിരുന്ന ലൂസിഫർ എങ്ങനെ, ആ ഗ്ലോറിയസ് മാലാഹ എങ്ങനെ പിശാചായി തീർന്നു? പ്രൗഡ്, അഹങ്കാരം കൊണ്ടുണ്ടായത്. അപ്പോൾ
നീ നല്ല ഭവനങ്ങൾ നിർമ്മിച്ച് അവയിൽ വസിക്കുമ്പോൾ നിന്റെ ആട്ടിൻ പറ്റങ്ങളും കാലിക്കൂട്ടങ്ങളും എന്ന് പറഞ്ഞാൽ നമുക്ക് നാടും കാലിക്കൂട്ടം നല്ല ബാങ്ക് ഡിപ്പോസിറ്റും പൈസയും സാഹചര്യങ്ങളെല്ലാം വർദ്ധിക്കുമ്പോൾ നിന്റെ ആട്ടിൻ പറ്റങ്ങളും കാലിക്കൂട്ടങ്ങളും പെരുകുകയും നിന്റെ വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും നിനക്ക് ഉള്ളവയെല്ലാം ഏറുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം അഹങ്കരിച്ച് ഈജിപ്റ്റ് ദേശത്ത് നിന്ന് അടിമഭവനത്തിൽ നിന്ന് നിന്നെ ആനയിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ മറക്കാതിരിക്കും. ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? നമ്മളെല്ലാം സാമ്പത്തികമായിട്ട് ബെറ്റർമെന്റിൽ എത്തിയിട്ടുള്ളവരാണ്. നമ്മൾ അന്നത്തേക്ക് കർത്താവിനെ ഇന്ന് ഓർമ്മിക്കുന്നുണ്ടോ അതെയോ കർത്താവിനെ നമ്മൾ മറക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ച് നോക്കിയാൽ മതി. കാരണം ഇറ്റ്സ് എ വാണിംഗ്. ദൈവത്തിന്റെ വചനത്തിൽ മുഴുവൻ നമ്മൾ പാപം ചെയ്യാതിരിക്കാനുള്ള വാണിങ്സ് മുഴുവൻ. അപ്പം നമുക്ക് സാമ്പത്തിക അനുഗ്രഹം നമുക്ക് അഡ്വൈസ് ആണെങ്കിൽ, നമുക്ക് കർത്താവിൽ നിന്ന് നമ്മളെ അകത്തുന്ന ഒരു ഫാക്ടർ ആണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി പുവർ. കാരണം 10-100 വർഷം ഇവിടെ കഷ്ടം സഹിച്ചിട്ട് ഒരു നിത്യതയിൽ ദൈവത്തിന്റെ അടുത്ത് എത്തിപ്പെടാൻ സാമ്പത്തിക ഉയർച്ച നമുക്ക് അഡ്വൈസ് ആകുമെങ്കിൽ, പൗലോസ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, എൻ്റെ സഹോദരന് ഇടർച്ച ഉണ്ടാകുമെങ്കിൽ എൻ്റെ ജീവിതകാലത്ത് മുഴുവൻ ഞാൻ മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും കഴിക്കും എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ സാമ്പത്തിക ഉയർച്ച നമുക്ക് സ്പിരിച്വൽ ഗ്രോത്തിന് അഡ്വൈസ് ആണെങ്കിൽ ലെറ്റ് us pray to the Lord to make us more poor and poor and poor. കാരണം it's only for 100 years or less than 100 years. ഈ 100 yearsലെ ഒരു താൽക്കാലികമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ നഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരു നിത്യത നഷ്ടപ്പെടുത്തുന്നു. ഇറ്റ്സ് നോട്ട് വൈസ്. അപ്പൊ ഇവിടെ വീണ്ടും എഴുതിയേക്കുന്നത്, അപ്പം ഇവിടെ നമ്മൾ കണ്ടു ദൈവം മന്ന കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ പരാജയപ്പെട്ടു. കാരണം ഒരു ദിവസത്തേക്കുള്ളത് എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ എടുത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്ക്, കർത്താവിന്റെ വ്യക്തമായിട്ടുള്ള കൽപ്പനകളുണ്ട് സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച്. നോക്ക്, മാത്യു 19:21 എടുക്കുമ്പോൾ, അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ദരിദ്രരായിട്ടോ ഇല്ലാത്തവരായിട്ടോ വീടില്ലാത്തവരായിട്ടോ സമ്പത്തില്ലാത്തവരായിട്ടോ ജീവിക്കണമെന്നൊന്നും ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നില്ല. ബട്ട് എല്ലാത്തിനും അതിന്റെ റൈറ്റ് പ്ലേസിൽ നമ്മൾ കാത്തു സൂക്ഷിക്കും. 19:21 എടുക്കുമ്പോൾ യേശു അയാളോട് പറഞ്ഞു, പരിപൂർണനാകാൻ നീ ഇച്ഛിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. അതുകൊണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമെന്നല്ല, ഇതിൽ നിന്ന് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ദരിദ്രർക്ക് കൊടുത്താൽ എന്തുണ്ടാവും? സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും. ആൻഡ് പ്രോവേർബ്സിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന് നല്ല ദരിദ്രന് കൊടുക്കുന്നവൻ കർത്താവിന് കടം കൊടുക്കുന്നു. ദെൻ ലൂക്ക് 16 2 മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് അവർ മണി ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ 2 രീതിയിൽ നമ്മളാൽ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തി എന്താ പറയുന്നത്, സാമ്പത്തികമായിട്ട് നമ്മൾ ഒത്തിരി സമ്പന്നരാകാതിരിക്കാൻ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് ജീവിച്ചാൽ സമ്പത്ത് നമുക്ക് ഒരിക്കലും ദൂഷ്യം ചെയ്യത്തില്ല. അതിന്റെ 16 9 സെന്റൻസ് വായിക്കുമ്പോൾ 16:9 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, അധാർമികമായ ധനം. അധാർമികമായ ധനം എന്ന് പറഞ്ഞിരിക്കുന്നത് കട്ട് മോഷ്ടിച്ചു കൊടുക്കുന്ന ധനമല്ല. ദി റിച്ചസ് ഓഫ് ദി വേൾഡ് എന്ന NIV says ദി റിച്ചസ് ഓഫ് ദി വേൾഡ്. വായിക്കും 16:9. I tell you, use worldly wealth. യൂസ് വേൾഡ്ലി വെൽത്ത്. നമുക്ക് ഈ ട്രാൻസ്ലേഷൻസിൽ നമ്മൾ റൈറ്റ് ആയിട്ട് എടുക്കണം. കാരണം നമുക്കറിയാം, ഒരു ഗ്രീക്ക് വേർഡിന് ഒരു 15 അർത്ഥം കാണും, ഹീബ്രു വേർഡിനും അതാ. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി, ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ രക്ഷിക്കപ്പെട്ടവരായിക്കൊള്ളുന്നില്ല, അവർ ദൈവികരായിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ നിരീശ്വരവാദികളായിരിക്കും, ചിലപ്പോൾ ഭാഷാ പണ്ഡിതന്മാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്റ്റഡി NIV എഴുതിയേക്കുന്ന കാര്യം ദി റിച്ചസ് ഓഫ് ദി വേൾഡ്, അധാർമികമായ ധനം എന്ന് എഴുതിയേക്കുന്ന റിച്ചസ് ഓഫ് ദി വേൾഡ് കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുക, അത് ക്ഷയിക്കുമ്പോൾ അവർ നിങ്ങളെ നിത്യതയുടെ വസതിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അപ്പം ഏറ്റവും ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കും, ഏറ്റവും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിൽ അവിശ്വസ്തനായിരിക്കും. അധാർമിക ധനത്താൽ, അഗെയിൻ റിച്ചസ് ഓഫ് ദി വേൾഡ്, അധാർമിക ധനത്താൽ അധാർമിക സ്ഥാനത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ യഥാർത്ഥ ധനം നിങ്ങളെ ആര് ഏൽപ്പിക്കും? നോക്ക്, ഈ വേൾഡ്ലി റിച്ചസിന്റെ കാര്യത്തിൽ നമ്മൾ ഹൗ ഫാർ വി ആർ ഫെയ്ത്ത്ഫുൾ ടു ദാറ്റ് എക്സ്റ്റെന്റ് റിയൽ റിച്ചസ് ദൈവം നമുക്ക് തരും. റിയൽ റിച്ചസ് എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, സ്പിരിച്വാലിറ്റി, കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, സ്പിരിച്വൽ ലൈഫ്, ക്രിസ്ത്യൻ ലൈഫ് എല്ലാം. അപ്പൊ ഇതിൽ എഴുതിയേക്കുന്നത് ഈ ലോകത്തിന്റെ റിച്ചിന്റെ കാര്യത്തിൽ, അധാർമിക ധനത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ യഥാർത്ഥ ധനം നിങ്ങളെ ആര് ഏൽപ്പിക്കും? മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് ആര് നിങ്ങൾക്ക് നൽകും? അപ്പൊ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ കാര്യവും, ഓരോ താലന്ത്, സമ്പത്താകട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്,
അതിനോടുള്ള വിശ്വസ്തതയ്ക്കനുസരിച്ച് നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് വെൽത്ത് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം, വീട് വെക്കണം, പിള്ളേരെ പഠിപ്പിക്കണം. ദെൻ ഈ 2 സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ദരിദ്രർക്ക് കൊടുക്കുന്ന കാര്യത്തിലും, ഒന്ന് ഇവിടെ നിത്യതയ്ക്ക് വേണ്ടി സുഹൃത്തുക്കളെ സമ്പാദിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് സുവിശേഷീകരണത്തെ കുറിച്ച്, അല്ലെങ്കിൽ നിത്യതയ്ക്ക് വേണ്ടിയിട്ട്. കാരണം നമ്മൾ സുവിശേഷീകരണത്തിനൊക്കെ നമ്മുടെ സമ്പത്തിനെ ഇറക്കി കഴിയുമ്പോൾ, നമ്മൾ ഇറക്കിയ സമ്പത്ത് മുഖാന്തരമായിട്ട് ആൾക്കാർ സ്വർഗത്തിലെത്തും. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അറിയും, ഐ ആം ഹിയർ ബിക്കോസ് ഓഫ് യുവർ ഗുഡ് വിൽ ജസ്റ്റർ. അപ്പൊ ഈ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ ലോകത്തിലെ കാര്യത്തിൽ മാത്രം നമ്മൾ തൽപരരായിട്ട് ജീവിക്കുന്നതായിരിക്കും പലപ്പോഴും നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് കുറയാനുള്ള ഒരു കാരണം. നമ്മുടെ സമ്പത്തിനെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മുടെ ഈ വേൾഡ്ലി റിച്ചസ് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഹൗ ഫാർ വി ആർ ഇൻവെസ്റ്റിംഗ് ടു ദാറ്റ് എക്സ്റ്റെന്റ് ആ സ്പിരിച്വൽ ക്വാളിറ്റി ദൈവം നമുക്ക് തരുള്ളൂ. ദൈവത്തിന്റെ നീതിയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് കമ്മിങ് ബാക്ക് ടു ഡ്യൂട്രോമി 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അപ്പൊ കർത്താവ് പറഞ്ഞ ആ സെന്റൻസ് ഈ 8-ന്റെ-3 എന്നുള്ളതാണ്. അപ്പൊ ഇത് നമുക്ക് 40 വർഷത്തെ അവരുടെ മരുഭൂ യാത്രയുടെ കൺക്ലൂഷനായി സെന്റൻസ്. അപ്പൊ അതിൽ പല രീതിയിൽ അപ്പൊ നമ്മൾ ഈ വേർഡ് നമ്മളങ്ങ് സൈറ്റ് ചെയ്യുവാണ്. അതായത് മനുഷ്യൻ ജീവിക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാന്ന് പറഞ്ഞാല്, അതായത് ഈ കർത്താവ് പറഞ്ഞു നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായതിനു വേണ്ടി അധ്വാനിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മുടെ ജീവിതം എടുത്ത് അറിയാം നമ്മൾ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ലോകത്തിലെ ജീവിതത്തിനാണോ, വരാനിരിക്കുന്ന ലോകത്തിലെ ജീവിതത്തിനാണോ? കർത്താവ് അവിടെ പറഞ്ഞത്, കർത്താവിന് അവിടെ ഫിസിക്കലി ഹി വാസ് ഹംഗ്രി. അപ്പൊ പിശാച് പറഞ്ഞു നീ അപ്പം ഉണ്ടാക്കി കഴിക്കും. കർത്താവ് പറഞ്ഞു നോ, ഫിസിക്കൽ ഹങ്കർ ഇറ്റ്സ് നത്തിങ് ആസ് ഫാർ ആസ് മൈ കൺസേൺ ഫോർ ദി ലൈഫ് ടു കം ഈസ് കൺസേൺ. വരാനിരിക്കുന്ന ജീവിതമായിട്ട് തട്ടിക്കുമ്പോൾ അപ്പൊ നമ്മുടെ ജീവിതം എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ ജീവിതം അവനും തന്നെ അവനവന് ശോധന ചെയ്താൽ മതി. നമ്മൾ വരാനിരിക്കുന്ന ജീവിതത്തിനാണോ ഒന്നാം സ്ഥാനം, അത് ഇവിടുത്തെ ജീവിതത്തിനാണോ? ഗോഡ് ഈസ് എ ജഡ്ജ്. നിഷ്പക്ഷമായിട്ട് വിധിക്കുന്നവനെയാണ് നമ്മൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ഭയത്തോടും നിറയിലോടും കൂടി ജീവിക്കണം. നമ്മുടെ ഈ ഇവിടുത്തെ ജീവിതത്തിനാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ഈ വചനം സൈറ്റ് ചെയ്തുകൊണ്ട് ഒരർത്ഥമില്ല. അപ്പൊ ഇതില് വിശ്വാസത്താലുള്ള ജീവിതമാണ് ആക്ച്വലി ഇത്. കാരണം നാളെ മഞ്ഞയില്ല. നാളെ മഞ്ഞ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഉന്നതത്തിലേക്ക് നോക്കണം. അതാണ് മനുഷ്യൻ ജീവിക്കുന്ന അപ്പം കൊണ്ടും അല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നാളെ ജീവനോടെ ഇരിക്കണമെങ്കിൽ, നാളെ നമ്മുടെ ഫിസിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ, നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ റിയലായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നവരാണ്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചത് കർത്താവ് എങ്ങനെ പിശാചിനെ തോൽപ്പിച്ച് പാപം ഇല്ലാതെ ജീവിച്ചു. നമുക്ക് അങ്ങനെ ഒരു ഹൃദയാവസ്ഥ ഇല്ലെങ്കിൽ നമുക്ക് പാപത്തിന്റെ മേലെ വിജയം കിട്ടില്ല. കർത്താവ് വേറൊരു വിശ്വാസമുള്ള ജീവിതത്തിന്റെ ഒരു എക്സാമ്പിളോടെ ഈ ലെവിറ്റിക്കസ് 20 എടുക്കുമ്പോൾ അവിടെ അവർ പരാജയപ്പെട്ടു. ഇതെല്ലാം ഈ 40 വർഷത്തെ ജീവിതത്തിൽ നിന്ന് ദൈവം ശോധന ചെയ്ത കാര്യങ്ങളത്. ലെവിറ്റിക്കസ് 20 ഇസ്രായേൽക്കാരുടെ ആ നിയമം നമുക്ക് എല്ലാവർക്കും അറിയാം. ഐ തിങ്ക് 25 ഇസ്രായേൽക്കാർക്ക് ഒരു നിയമം ഉണ്ടായിരുന്നു. അറിയാലോ, 6 വർഷം കൃഷി ചെയ്യും, 7-ാം വർഷം തരിശിടണം, ഭൂമി തരിശിടണം. അപ്പൊ ഇതില് ദൈവം എന്ത് ചെയ്തിരുന്നു? 6-ാം വർഷം ഇരട്ടിയാണോ? 6-ാം വർഷം നോക്ക്. അപ്പൊ 6-ാം വർഷത്തേക്കുള്ളത് വേണം, 7-ാം വർഷത്തേക്ക് വേണം, 8-ാം വർഷത്തേക്ക് വേണം. ഇത് നോക്ക് 25-ന്റെ അല്ല 3 സോറി, അതിന്റെ 17 തുടങ്ങി വായിക്കും. അല്ല 13 തുടങ്ങി വായിക്കും. ജൂബിലി വത്സരത്തിൽ നിങ്ങൾ സ്വന്തമായവയിലേക്ക് മടങ്ങിപ്പോണ അയൽക്കാരനുമായുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ അന്യോന്യം അല്ല 8 തുടങ്ങി വായിക്കാം. 7 വത്സരത്തേക്ക് ഒരു ശാബത്ത് എന്ന കണക്കിൽ 7 ശാബത്ത് എണ്ണണം. അതല്ല സോറി, 21 തുടങ്ങി വായിക്കാം. 18 തുടങ്ങി വായിക്കാം. എന്നാലും അതിന്റെ കണ്ടിന്യൂഷൻ. ആ ദേശത്ത് സുരക്ഷിതമായി വസിക്കുന്നതിന് എൻ്റെ ചട്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും കൽപ്പനകൾ അനുസരിച്ച് പെരുമാറുകയും വേണം. ഭൂമി വിളവ് തരും. നിങ്ങൾ മതിയാവോളം ഭക്ഷിച്ച് സുരക്ഷിതരായി അവിടെ വസിക്കുക.
നിങ്ങൾ വിതയ്ക്കുകയോ വിളവെടുക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ ഇത് ശ്രദ്ധിക്കും. 20 സെന്റൻസ്. ഞങ്ങൾ വിതയ്ക്കുകയോ വിളവെടുക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ 7-ാം വത്സരത്തിൽ എന്ത് ഭക്ഷിക്കും എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അതായത് ഡിപ്പെൻഡിങ് അപ്പൺ ഗോഡ്, ദൈവത്തിലുള്ള വിശ്വാസ ജീവിക്കേണ്ട കാര്യങ്ങൾ ഇസ്രായേൽക്കാരെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഞങ്ങൾ വിതയ്ക്കുകയോ വിളവെടുക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ 7-ാം വത്സരത്തിൽ എന്ത് ഭക്ഷിക്കും എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. ഞാൻ 6-ാം വത്സരം തന്നെ എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വർഷിക്കും. അത് 3 വത്സരത്തേക്കുള്ള വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. 8-ാം വത്സരത്തിൽ വിതയ്ക്കുകയും പഴയ വിള ഭക്ഷിക്കുകയും ചെയ്യും. 9-ാം വത്സരത്തിൽ പുതിയ വിള കിട്ടുന്നത് വരെ പഴയവ നിങ്ങൾ ഭക്ഷിക്കും. ഭൂമി നിത്യാവകാശമായി വിൽക്കരുത്, കാരണം ഭൂമി എൻ്റേതാണ്. എനിക്ക് നിങ്ങൾ കേവലം പരദേശികളും പ്രവാസികളും അത്രേ. നിങ്ങൾക്ക് അവകാശമായിട്ടുള്ള ദേശത്തെല്ലാം ഭൂമിയുടെ വീണ്ടെടുപ്പ് അനുവദിക്കണം. അപ്പം ഇത് പഴയ നിയമം മാറി പുതിയ നിയമം ആയതുകൊണ്ട് ഇന്ന് നമ്മുടെ പേരിൽ ആധാരമുള്ള സ്ഥലം നമ്മുടേതാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആണോ? നമ്മൾ ആധാരം എഴുതി ഒപ്പിട്ട സ്ഥലം നമ്മുടേതാണോ? മരിച്ചു കഴിയുമ്പോൾ പിള്ളേർ എന്താ ചെയ്യുന്നത് നോക്കിയത്? മരിച്ചു കഴിയുമ്പോൾ ഇതെൻ്റെ അപ്പൻ്റെ പേരിലുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഒന്നും വെച്ചേക്കത്തില്ല. അതവിടെ എഴുതിയേക്കുന്ന 23-ാം സെന്റൻസ്, ഭൂമി നിത്യാവകാശമായി വിൽക്കരുത്, കാരണം ഭൂമി എൻ്റേതാണ്. അപ്പൊ ഇവിടെ ഇത് നോക്ക്, ഇവിടെ 6-ാം വത്സരം എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? 3 വത്സരത്തേക്കുള്ള വിളവ്. നമുക്ക് ദൈവം എപ്പോഴും ദൈവത്തിന്റെ സൈഡ് നമുക്ക് വേണ്ടി എന്നും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ദൈവം വിശ്വസ്തന, പക്ഷെ മനുഷ്യൻ എന്നും അവിശ്വസ്തന. ഈ 6-ാം വർഷം 3 ഇരട്ടി കിട്ടിയിട്ട് 7-ാം വർഷം മനുഷ്യൻ എന്താ ചെയ്തേ? വീണ്ടും കൃഷി ചെയ്തു. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തോട് ഡിസൊബീഡിയൻസ് കാണിച്ചാൽ നോ ബഡി ക്യാൻ എസ്കേപ്പ്. ഹീബ്രൂസ് 2:3 വായിക്കുമ്പോൾ ഒന്ന് വായിക്കണം. അങ്ങനെയെങ്കിൽ ഇത്ര വലിയ രക്ഷ അവഗണിച്ചാൽ നാം എങ്ങനെ ശിക്ഷിക്കുന്നത്? 2:1 അതുകൊണ്ട് നാം ശ്രമിച്ചതിൽ നിന്ന് നാം വഴിമാറി പോകാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കുക. മാലാഖമാർ ഉദ്ഘോഷിച്ച സന്ദേശം സാധുവായി. ഓരോ അതിക്രമത്തിനും അനുസരണക്കേടിനും തക്ക ശിക്ഷയുണ്ടായി. അങ്ങനെയെങ്കിൽ ഇത്ര വലിയ രക്ഷ അവഗണിച്ചാൽ നാം എങ്ങനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും? ഓൾഡ് ടെസ്റ്റ്മെന്റിലെ കാര്യം പറഞ്ഞേക്കുവാണ്. ഓരോ അതിക്രമത്തിനും അനുസരണക്കേടിനും തക്ക ശിക്ഷയുണ്ടായി. അതായത് ഡിസൊബീഡിയൻസിനെ ദൈവം ഒരിക്കലും ശിക്ഷിക്കാതിരുന്നിട്ടില്ല. നോ, ഓരോ അനുസരണക്കേടിനും തക്ക ശിക്ഷയുണ്ടായി. അപ്പൊ ഇവിടെ ഈ 6-ാം വർഷം 3 ടൈംസ് വിളവ് കിട്ടി, 7-ാം വർഷം കൃഷി ചെയ്തു. അപ്പൊ ഇതിങ്ങനെ ഇറ്റ് വാസ് ഗോയിങ് ഓൺ. ഹൗ ലോങ്? 490 years കഴിഞ്ഞപ്പോ ദൈവം, ഇപ്പൊ ബാബിലോൺ എക്സൈലിന്റെ റീസൺ ഇവര് ദേശത്തിന് ശാപത്ത് കൊടുക്കാനുണ്ട്. 2 Chronicles 36 എടുക്കുമ്പോൾ അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ അവിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ അക്കൂമുലേറ്റഡ് ആകുന്നുണ്ട്. അല്ലാതെ 1 വർഷം ദേശത്തിന് വിശ്രമം കൊടുക്കാതിരുന്നപ്പോൾ ദൈവം ഒന്നും ചെയ്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ ഡിസൊബീഡിയൻസും ഈ ദൈവത്തിന്റെ റെക്കോർഡിൽ കിടക്കുന്നുണ്ട്. ഇതിന്റെ 36-ന്റെ 20 തുടങ്ങി വായിക്കുമ്പോ ഒന്ന് വായിക്കണം. 2 Chronicles 36:20. വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അയാൾ ബാബിലോണിലേക്ക് നാട് കടത്തിക്കൊണ്ടുപോയി. പേർഷ്യയിലെ രാജവാഴ്ച സുസ്ഥാപിതമാകുന്നത് വരെ അവർ അയാൾക്കും അയാളുടെ പുത്രന്മാർക്കും ദാസരായി കഴിഞ്ഞു. ദേശം ശാപത്ത് ആസ്വദിക്കുവോളം ഇത് തുടർന്നു. അങ്ങനെ യിരെമ്യാ പ്രവാചകന്റെ നാവിലൂടെ ഉണ്ടായ കർത്താവിന്റെ അരുളപ്പാട് നിറവേറി. പാഴായി കിടന്ന കാലമത്രയിൽ ശാപത്ത് ആചരിച്ച് ദേശം 70 വത്സരം പൂർത്തിയാക്കി. അതെ, ദേശത്തിന് ദൈവം സ്വസ്ഥത കൊടുത്തു. നമുക്കറിയാം, ഇസ്രായേൽക്കാർ ഈജിപ്തുകാരെ കൊള്ളയടിച്ചു, അടിമവേല ചെയ്യിച്ചു. ദൈവം പെയ്ഡ് ഇറ്റ് ബാക്ക് ബൈ സ്വർണവും അവരുടെ മെറ്റീരിയൽ പ്രോപ്പർട്ടി കൊണ്ട് ദൈവം പേ ബാക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണെന്നുള്ളതാണ്. അത് കർത്താവ് സൈറ്റ് ചെയ്തത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ പിശാചിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ഈ വാക്ക് സൈറ്റ് ചെയ്താൽ പോരാ. ദാറ്റ് ഈസ് എ ലൈഫ് ഡിക്ലറേഷൻ. അതായത് സമ്പൂർണമായിട്ട് കർത്താവിൽ ആശ്രയിച്ച് സ്വന്തമായിട്ടുള്ള റിസോഴ്സിൽ അല്പം പോലും ആശ്രയിക്കാതെ നാളെ ജീവിക്കണമെങ്കിൽ കർത്താവിന്റെ കരുണ വേണം, അങ്ങനെ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്ന
ആ ഹൃദയാവസ്ഥയിലുള്ളവർക്ക് മാത്രമേ പിശാചിനെ പരാജയപ്പെടുത്താൻ പറ്റൂ. അല്ലെങ്കിൽ പിശാച് നമ്മുടെ മേൽ വിജയം വരിച്ചുകൊണ്ടേയിരിക്കും. പാപത്തിന്റെ പേരിൽ നമുക്ക് വിജയം കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് 40 വർഷത്തെ അവരുടെ ജീവിതത്തിൽ നിന്ന് അവര് ദൈവം പഠിപ്പിച്ചതാ. ടു ടീച്ച് ദം എന്ന് എഴുതിയേക്കുന്നത്. ഒന്നുകൂടെ ഞാൻ വായിക്കാം 8-ന്റെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ലായ്മകൾ, കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ വരുന്നതെല്ലാം എന്തിനു വേണ്ടിയാണ്? 8-2 നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിനയമുണ്ടാക്കാനും നീ അവന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച്. നമ്മുടെ ജീവിതത്തിൽ നോക്ക്, നമ്മൾ ആരും കർത്താവിനെ പോലെ വിനയമുള്ളവരല്ല. വി ആർ ഓൾ പ്രൗഡ് ബേസിക്കലി. പക്ഷെ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അപ്പൊ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിനയം ഉണ്ടാക്കാനും അവന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച് നിന്റെ മനസ്സിലിരിപ്പ് ഗ്രഹിക്കാനും ഈ 40 വത്സരം മരുഭൂമിയിലൂടെ നിന്നെ നയിച്ച വഴികളെല്ലാം നീ ഓർമ്മിക്കുക. അവൻ നിന്നെ വിനീതനാക്കുകയും. എങ്ങനെ വിനീതനാക്കിയത്? കാരണം നാളത്തേക്കൊന്നും ഇല്ല. നമുക്കിത് ഒരു തിയററ്റിക്കലായിട്ടേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റൂ. ഈ ലൈഫും ഈ സ്പിരിച്വൽ കണ്ടീഷനൊക്കെ ലോകത്തിൽ നിന്ന് ഡിസപ്പിയർ ചെയ്തു. നമുക്ക് നാളെ ജീവിക്കാൻ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. കാരണം നമുക്ക് അതിനുള്ള മെറ്റീരിയൽ റിസോഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ വിനയം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് നന്മ വരുന്നുമില്ല. അതാണ് അതിന്റെ സത്യം. എന്നാല് ദൈവത്തോട് നമ്മൾ യാചിക്കേണ്ട ഒരു കാര്യം, ദൈവമേ, ഈ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഹ്യൂമിലിറ്റിയും വിനയവും എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ചാല് ദൈവത്തിന്റെ കൃപയാല് ഇറ്റ്സ് പോസിബിൾ. അല്ലെങ്കിൽ ഇത് പോസിബിൾ അല്ല. അപ്പൊ ഇവിടെ അറിയേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം ഇന്ന് പണ്ട് ഇവരുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ഇംപോസിബിളാ. അപ്പൊ ഇല്ലാത്തൊരു യാഥാർത്ഥ്യം നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞ് എന്താ പറയുന്നത്, പണ്ട് ഈ സോവിയറ്റ് യൂണിയനില് എൽസിൻ എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത ഒരു സ്വപ്നം 100 വർഷം താലോലിച്ച് ഞങ്ങളുടെ ജീവിതം കളഞ്ഞു എന്ന് പറഞ്ഞേക്കുന്ന പോലെ ഈ പറഞ്ഞേക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ സമ്പൂർണ്ണ ദൈവാശ്രയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ലോകത്തിലുണ്ടെങ്കിൽ ഹീസ് എ ഗ്രേറ്റസ്റ്റ് മാൻ. നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്നിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യം എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെയാണോ? ചിന്തിച്ചു നോക്കും. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത്, അവൻ നിന്നെ വിനീതനാക്കുകയും വിശന്നു വലയാൻ നിനക്ക് ഇടവരുത്തുകയും. നമ്മൾ വിശന്നു വലയാൻ നമുക്ക് ഇടയില്ല. നിനക്ക് നിന്റെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിന്നെ തീറ്റുകയും ചെയ്തു. എന്തിനെന്നാൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് കർത്താവിന്റെ തിരുവായിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാം കൊണ്ട് അത്ര എന്ന് നിന്നെ പഠിപ്പിക്കാനായിരുന്നു, അറിയിക്കാനായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തില് നോക്ക്, ഈ ഹ്യൂമിലിറ്റി നമ്മൾ അറ്റൈൻ ചെയ്താലേ, എൻ്റെ 16ാം സെന്റൻസോടെ വായിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കണക്റ്റഡാ. അവനാണ് നിന്നെ വിനീതനാക്കാനും പരീക്ഷിക്കാനും അവസാനം നന്മ ചെയ്യാനും വേണ്ടി നിന്റെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്നു മന്ന കൊണ്ട് മരുഭൂമിയിൽ. അവസാനം ചെയ്ത നന്മ എന്ന് പറയുന്നത് എന്തായിരുന്നു? അവര് കാനാനിൽ കയറി. ഇത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയേക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ കാനാൻ കർത്താവിന്റെ അടുത്താണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന അന്യരും പരദേശികളുമായിട്ട്. അറ്റ് ദി സെയിം ടൈം അവസാനം അവർക്ക് കിട്ടിയ നന്മ. അപ്പൊ ഇതില് ഈ ഡ്യൂട്ടോമി തന്നെ ചാപ്റ്റർ 2 എടുക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് കാനാനിൽ കയറാൻ പറ്റാതിരുന്നതിന്റെ റീസൺ എന്തായിരുന്നു? അവിശ്വാസമായിരുന്നു. എല്ലാം സെയിമാ. അവിശ്വാസമായിരുന്നു, ഡിസൊബീഡിയൻസ് ആയിരുന്നു. ഇതെല്ലാം വൺ ആൻഡ് ദി സെയിമാ. അതായത് എല്ലാ ഡിസൊബീഡിയൻസും ഇറ്റ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു ലാക്ക് ഓഫ് ഫെയ്ത്ത്. ഹീബ്രൂസ് 11:8 വായിക്കുമ്പോൾ വായിക്കും. അവകാശമായി ലഭിക്കാനിരുന്ന സ്ഥലത്തേക്ക് പോകാൻ അബ്രഹാമിനെ വിളിച്ചപ്പോൾ വിശ്വാസത്താൽ അയാൾ അനുസരിച്ചു. അതെ, വിശ്വാസത്താൽ അനുസരിച്ചു. Any disobedience in our life, it is attributed to lack of faith. കാരണം നമ്മൾ പലപ്പോഴും അനുസരിക്കാതിരിക്കുന്നതിന്റെ റീസൺ അതിന്റെ കൺസീക്വൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ഈ കൺസീക്വൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അനുസരിക്കാൻ പറഞ്ഞിരിക്കുന്നവൻ പവർഫുൾ ആണ്. കാരണം അബ്രാഹം എങ്ങോട്ടേക്കെന്ന് അറിയാതെ ഇറങ്ങി പുറപ്പെട്ടു. ദി റീസൺ, വിളിച്ചവന് വിശ്വസനാന്ന് അറിയാം. നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റില് മിനിമം 3, 4, 5 ടൈംസ് എഴുതിയിട്ടുണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തൻ, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിക്കാൻ ഇടയാകത്തില്ല.
അത് റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും മെനി ടൈംസ് ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പതുക്കെ അല്ലേ ചഞ്ചല ചിത്തരാകാൻ തുടങ്ങും. കാരണം നമുക്ക് വിശ്വാസമില്ല. എന്നിട്ട് നോക്ക്, നമ്മുടെ ഒരു പാസ്റ്റ് ലൈഫ് എടുത്താൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പൊക്കെ ദൈവം നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മുടെ ലൈഫ് എടുത്താൽ ഏതെങ്കിലും കാര്യത്തിൽ ദൈവം നമ്മളെ ലജ്ജിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ ലൈഫ് എടുത്താൽ one who puts his trust in the Lord will never be put to shame. And ഈ NKJV എഴുതിയിട്ടുണ്ട്, one who puts his trust in the Lord by no means be put to shame. നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ലജ്ജിക്കാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്? ഇല്ല. അപ്പൊ ഇവിടെ ഇവര് എന്താ പറയുന്നത്, അവിടെ സ്ഥലമൊക്കെ നല്ലതാണ്, പക്ഷെ അവിടെ മല്ലന്മാരുണ്ട്, നമുക്ക് കയറാൻ പറ്റത്തില്ല എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ Deuteronomy 2:14 തുടങ്ങി വായിക്കുമ്പോൾ, Deuteronomy 2:14, നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സാരേദ് അരുവി കടക്കും വരെയുള്ള കാലം 38 വത്സരമായിരുന്നു. അതിനകം ആ തലമുറ മുഴുവൻ, അതായത് യോദ്ധാക്കളെല്ലാം കർത്താവ് സത്യം ചെയ്തിരുന്നത് പോലെ പാളയത്തിൽ നിന്ന് നശിച്ചു പോയിരുന്നു. അവർ നാമാവശേഷമാകും വരെ പാളയത്തിൽ നിന്ന് അവരെ നശിപ്പിക്കാൻ കർത്താവിന്റെ കരം ശരിക്കും അവർക്ക് എതിരായിരുന്നല്ലോ. അങ്ങനെ ആ യോദ്ധാക്കളെല്ലാം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ചത്തൊടുങ്ങി കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നീ ഇന്ന് ആർ എന്ന സ്ഥലത്ത് വെച്ച് മോവാബിന്റെ അതിർത്തി കടക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തില് ആര് ചത്തൊടുങ്ങുന്നവരെയാ ഇവര് 38 വർഷം ജീവിച്ചത്? യോദ്ധാക്കള്, അതായത് ഫ്ലഷ്. നമ്മുടെ ജഡം മരിക്കുന്നിടം വരെ നമുക്ക് ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് വായിക്കുമ്പോൾ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ വായിക്കുന്നില്ലേ, ഹാഗാറിനെ കുഞ്ഞിനോടുകൂടെ അടിച്ചു പുറത്താക്കാൻ ദൈവം അബ്രാഹത്തോട് പറയുമ്പോൾ നമുക്ക് തന്നെ ഇത്തിരി ഒരു സങ്കടം തോന്നുന്നില്ലേ? അബ്രാഹത്തിന്റെ കുഞ്ഞിനെ നോക്കുക, അത് ജഡത്തിന്റെ നിഴലായിട്ട് നമ്മൾ ഹീബ്രൂസ് അല്ല ഗലേഷ്യൻസിൽ വായിക്കുന്നുണ്ട്. അതായത് ഇഷ്മായേൽ ജഡത്തിന്റെ പ്രൊഡക്റ്റ് ആയിരുന്നു. ജഡത്തെ അടിച്ചു പുറത്താക്കാത്തിടത്തോളം കാലം അവിടെ ഇസഹാക്കിന് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത് 2:16 നമ്മൾ വായിക്കുകയാണ്, അങ്ങനെ ആ യോദ്ധാക്കളെല്ലാം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ചത്തൊടുങ്ങി കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു. സോ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമ്മൾ ജഡത്തിന് കീഴടങ്ങുന്നവരെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ദൈവം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ വിനീതനാക്കാനും നമുക്ക് വിനയം ഉണ്ടാക്കാനും നമുക്ക് ദൈവാശ്രയം ഉണ്ടാക്കാനും വേണ്ടി നമുക്ക് അഡ്വേഴ്സ് സിറ്റുവേഷൻസ് വന്നുകൊണ്ടിരിക്കും. നമുക്ക് അവർക്ക് എന്താ പറയുന്നത്, അവരെ മരുഭൂമിയിൽ നാട്ടം തിരിച്ചെന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ അവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ള എക്സാമ്പിള് യോശുവയും കാലേബും. അതോടെ ജസ്റ്റ് ഒന്ന് വായിക്കാൻ നമ്പേഴ്സ് 32 11 and 12 വായിക്കും. ഭാഗം 32 11 and 12 വായിക്കുമ്പോൾ, എന്നെ പൂർണ്ണമായി അനുസരിക്കാതിരുന്നത് കൊണ്ട് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ 20 വയസ്സ് മുതൽ മേൽപോട്ട് പ്രായമുള്ളവരാരും അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. നിശ്ചയം കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട് അവരിൽ കെനിസ്യനായ യെഫുന്നയുടെ പുത്രൻ കാലേബും നൂനിന്റെ പുത്രൻ യോശുവയും മാത്രം ആ ദേശം കാണും. അപ്പോൾ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. തന്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ച് തലമുറകളെല്ലാം നശിക്കുവോളം 40 വത്സരം കർത്താവ് അവരെ മരുഭൂമിയിൽ നട്ടം തിരിച്ചു. നമ്മൾ പാടാറുണ്ട്, 40 ആണ്ട് മരുഭൂമിയിൽ നന്നായി പോറ്റിയ ദൈവം എന്നൊക്കെ പാടാറുണ്ട്. ഇറ്റ് ഈസ് ട്രൂ. അവരുടെ വസ്ത്രം കീറിയില്ല, അവരുടെ കാല് നീരുവൊന്നും വീർത്തില്ല. ബട്ട് ഇറ്റ് വാസ് നോട്ട് വാണ്ടഡ്. അത് അൺഇൻറ്റൻഷണൽ ആയിരുന്നു. ഈ 40 വർഷം ദൈവം അവരെ മരുഭൂമിയിൽ നട്ടം തിരിച്ചു. ജോഷുവയും കാലേബും മാത്രം കയറി. അപ്പൊ നമ്മുടെ ജീവിതത്തില് എക്സാമ്പിൾ അവര് ജോഷുവയും കാലേബും. എന്തുകൊണ്ട് അവര് പ്രവേശിച്ചു? റീസൺ അവര്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ നമ്മുടെ ഡിസിഷൻ? നമുക്ക് പൂർണ്ണമായിട്ട് അനുസരിക്കാനുള്ള ഡിസിഷൻ ഇല്ലെങ്കിൽ ഈ മരുഭൂ യാത്രയിൽ ദൈവം നമ്മളെ നട്ടം തിരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അത് സ്വർഗത്തിൽ പോയില്ലെന്നല്ല, മോശ സ്വർഗത്തിൽ പോയി. ഇനി ഇവര് പൂർണ്ണമായിട്ട് അനുസരിച്ചെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ ഡിറ്റർമിനേഷൻ ആൻഡ് ഡിസിഷൻ. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടോ? കർത്താവിനെ ഐ വിൽ ഒബേ മൈ ലോർഡ് ഇൻ എവറിത്തിങ് ഒരു ഡിസിഷൻ ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പ്രശ്നമാണ് ലോകത്തിൽ.
ലോകത്തിൽ പ്രശ്നമായിരിക്കും. മരിച്ച് സ്വർഗത്തിൽ പോകുന്നുള്ള കാര്യമല്ല. കാരണം മോശ സ്വർഗത്തിൽ പോയി, അഹ്റോൻ സ്വർഗത്തിൽ പോയി, ഇവരൊക്കെ സ്വർഗത്തിൽ പോയി, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ കാനാൻ ദർശിക്കാൻ പറ്റിയില്ല. ജോഷുവയുടെ ടെസ്റ്റിമണി നമുക്കറിയാവുന്ന. ജോഷുവ എന്താ പറയുന്നത്? ജോഷുവ 23 അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല ഐശ്വര്യങ്ങൾക്കും അത് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഐശ്വര്യമുള്ളവരായിട്ടും നന്മയുള്ളവരായിട്ടും സന്തോഷമുള്ളവരായിട്ടും നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ കർത്താവിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലേ? അതെയോ വരേണ്ടതാണ്? അത് രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതം ഗതികേട്, അതുകൊണ്ട് ഇനി ഇതിലേക്ക് ആരും വരരുതെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? നോ. ഈ ജോഷുവ 23 എടുക്കുമ്പോൾ നമ്മുടെ ജീവിതം കണ്ട് എന്ന് വായിക്കുമ്പോൾ 14 തുടങ്ങി വായിക്കുമ്പോൾ 23:14 സകല ഭൂവാസികളും പോകേണ്ട ആ വഴിയെ ഇപ്പോൾ എനിക്ക് പോകാറായിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിലും ആത്മാവിലും അറിയാവുന്നത് പോലെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളിൽ ഒന്നുപോലും നിറവേറാതെ പോയിട്ടില്ല. അവയെല്ലാം നിങ്ങൾക്ക് സംഭവിച്ചു. അവയിൽ ഒന്നുപോലും നിറവേറാതിരുന്നിട്ടില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് ഭവിച്ചു. അതുപോലെ തന്നെ അതെ. അപ്പൊ ഇത് ജോഷുവയുടെ ടെസ്റ്റിമണിയാണ്. കാരണം ബാക്കിയുള്ള നമുക്കറിയാവുന്ന 20 വയസ്സിനും 60 വയസ്സിനിടയ്ക്കുള്ളവരൊക്കെ മരിച്ചുപോയി, അവരെ കുറിച്ചല്ല ഈ പറഞ്ഞിരിക്കുന്നത്. ജോഷുവയുടെ ടെസ്റ്റിമണിയാണ്. അതായത് നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിലും ആത്മാവിലും അറിയാവുന്നതുപോലെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളിൽ ഒന്നുപോലും നിറവേറാതെ പോയിട്ടില്ല. അവയെല്ലാം നിങ്ങൾക്ക് സംഭവിച്ചു. അവയിൽ ഒന്നുപോലും നിറവേറാതിരുന്നിട്ടില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് ഭവിച്ചു. നമുക്ക് ദൈവം ഒരു വാഗ്ദത്തം തരുന്നത് നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ കൊറിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, 2 Corinthians 1:20 ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തു യേശുവിൽ അതേതാണ്. Psalm 31:19 വായിക്കുമ്പോൾ ഓ എത്ര അധികമാണ് നിന്റെ നന്മ! നിന്നെ ഭയപ്പെടുന്നവർക്കായി നീ അത് ശേഖരിച്ചിരിക്കുന്നു. നിന്നിൽ ശരണം പ്രാപിക്കുന്നവർക്കായി നീ അത് മനുഷ്യപുത്രർ കാണെ പ്രവർത്തിച്ചിരിക്കുന്നു. അതെ, നിന്നിൽ ശരണം പ്രാപിക്കുന്നവർക്കായിട്ട് നീ അത് മനുഷ്യപുത്രർ കാണെ. കാരണം മനുഷ്യപുത്രർ കാണെ ഇത് പ്രവർത്തിച്ച് നോക്ക്. എല്ലാ മനുഷ്യന്റെ മാനസാന്തരത്തിലാണ് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകണം ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവര് സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തണം, മറ്റുള്ളവര് രക്ഷയിലേക്ക് വരണം, അതാ ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ മെനി ടൈംസ് ബിക്കോസ് ഓഫ് അവർ ലാക്ക് ഓഫ് അബ്സല്യൂട്ട് ഒബീഡിയൻസ്, നമ്മൾ കുറെ ഒബീഡിയന്റ്, നമ്മൾ ടോട്ടലി ഡിസൊബീഡിയന്റ് അല്ല. എന്നാൽ ഈ ജോഷുവയും കാലേബും അനുസരിച്ചതുപോലെയുള്ള ഒരു ടോട്ടൽ ഒബീഡിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് ദൈവം നമ്മളെ ലോകത്തിന്റെ മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും. കാരണം നമ്മളെ കാണിച്ചിട്ട് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ജോഷുവയുടെ ജീവിതത്തിൽ ദൈവം എല്ലാം ചെയ്തു. ബട്ട് ജോഷുവ മരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഇസ്രായേൽക്കാരുടെ ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞിരിക്കും. ഇതേ മനുഷ്യനാണ് നമ്മളും. ജോഷുവയുടെ ജീവിതത്തിൽ ദൈവം എല്ലാ വാഗ്ദത്വം നിറവേറ്റി. പക്ഷെ ജോഷുവയുടെ സമയത്ത് നമുക്ക് മോശയ്ക്ക് ശേഷം ഒരു നെക്സ്റ്റ് ഓഫ് ഒരു ലീഡർ ജോഷുവ ഉണ്ടായിരുന്നു. ജോഷുവയുടെ സമയമായപ്പോൾ ഫിനിഷ്ഡ് സെയിം ഹ്യൂമാനിറ്റി. നമുക്ക് ജോഷുവയ്ക്ക് ശേഷം ഒരു ലീഡർ ഇല്ല. കാരണം ആരും ഇല്ല. അവർ പറയുന്നുണ്ട്, ജോഷുവ പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുക. അവരും പറയും ഞങ്ങളും സേവിക്കുക. അപ്പൊ ജോഷുവ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കാൻ പറ്റില്ല, കാരണം ഇത് വിശുദ്ധനായിട്ടുള്ള ഒരു ദൈവമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എങ്ങനെയെങ്കിലും ഈ കർത്താവിനെ സേവിക്കാൻ നമുക്ക് പറ്റത്തില്ല. വി ആർ ടു ഫോളോ ഹിസ് ഫുഡ് സ്റ്റെപ്സ്. ദൈവം വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡിൽ നമ്മൾ എത്തിപ്പെട്ടേ പറ്റൂ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു, ഓ എത്രയധികമാണ് നിന്റെ നന്മ! നിന്നെ ഭയപ്പെടുന്നവർക്കായി നീ അത് ശേഖരിച്ചിരിക്കുന്നു. നിന്നിൽ ശരണം പ്രാപിക്കുന്നവർക്കായി നീ അത് മനുഷ്യപുത്രർ കാണെ പ്രവർത്തിച്ചിരിക്കുന്നു. അതിന്റെ 21ാം സെന്റൻസിൽ വലയം ചെയ്യപ്പെട്ട നഗരത്തിൽ എന്ന പോലെ ഞാൻ ഗതിമുട്ടിയിരിക്കെ അവൻ തന്റെ അചഞ്ചല സ്നേഹം അത്ഭുതകരമായി എനിക്ക് കാണിച്ചു തന്നല്ലോ. എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള വേർഡായതുകൊണ്ട് വായിച്ചെന്നുള്ളൂ, ഇറലവന്റ് ആണ്. വലയം ചെയ്യപ്പെട്ട നഗരത്തിൽ എന്ന പോലെ ഞാൻ ഗതിമുട്ടിയിരിക്കെ അവൻ തന്റെ അചഞ്ചല സ്നേഹം അത്ഭുതകരമായി എനിക്ക് കാണിച്ചു. എത്രയോ സിറ്റുവേഷൻസിൽ
വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന പട്ടണത്തിൽ എന്ന പോലെ നമ്മൾ ഗതിമുട്ടിയിരുന്നപ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള വിടുതലിലൂടെ നമ്മളെ ജീവനോടെ ശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ലൈഫ് സിറ്റുവേഷനിൽ ദൈവം വിടുവിച്ചിട്ടുണ്ട്. ഈ ദൈവത്തെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഒന്നുകൂടെ once more I want to remind each and everyone, we should have a decision to obey the Lord 100%. നമുക്ക് ജോഷുവ, that's what I want to tell you. ജോഷുവ 100% ഒബേ ചെയ്തെന്ന് എഴുതിയേക്കുന്നത്. അറ്റ് ദി സെയിം ടൈം അതിന്റെ അർത്ഥം ജോഷുവയുടെ ജീവിതത്തിൽ ഷോർട്ട് കമ്മിങ്സ് ഇല്ലായിരുന്നല്ല. നമുക്കറിയാം, ഗിബിയനൈറ്റ്സ് പൂത്തി അപ്പം കൊണ്ട് വന്നപ്പോ ജോഷുവ ഫെയിലായി. അപ്പൊ ഇതൊരു ഡിസിഷനാണ് നമ്മുടെ ജീവിതത്തിൽ. ഓൺ എനി കോസ്റ്റ് ഞാൻ എൻ്റെ കർത്താവിനെ ടോട്ടലായിട്ട് ഒബേ ചെയ്യും. വാട്ട് എവർ മേ ബി ദി കൺസീക്വൻസ്, എന്തും വരട്ടെ, ജീവനോ മരണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, എൻ്റെ കർത്താവിനെ അനുസരിക്കുന്നുള്ള ഒരു ഡിസിഷൻ നമ്മൾ എടുത്താൽ ദൈവം നമ്മളെ ഐശ്വര്യത്തിൽ നിന്ന് ഐശ്വര്യത്തിലേക്ക് നടത്തും. അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. ഈ റോമൻ ലേഖനത്തില് ദാറ്റ് ഈസ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. റോമൻസ് 1 ഈ റോമൻസ് 1:16 ഇപ്പോൾ ചിന്തിക്കാറുള്ളതാ ഈ റോമ ലേഖനം ഇങ്ങനെ സാൻഡ്വിച്ച് ചെയ്തേക്കും. അതെ, 1 അധ്യായത്തിലും 16 ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ വായിച്ചാല് റോമൻസ് 1:5 വായിക്കുമ്പോ, മലയാളം വായിച്ചാൽ സെയിം. അഭാവം എന്ന് വായിച്ചു. അവന്റെ നാമത്തിൽ എല്ലാ ജനതകളിലും വിശ്വാസത്താലുള്ള വിധേയത്വം ഉളവാക്കുന്നതിനായി അവനിലൂടെ കൃപയും അപ്പോസ്തല സ്ഥാനവും ഞങ്ങൾക്ക് ലഭിച്ചു. അതെ, ഇംഗ്ലീഷിൽ വായിക്കുമ്പോ Through him we have received grace and apostleship for obedience to the faith among all nations. അതെ, to the obedience to the faith. Obedience of the faith. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിചാരിച്ചേക്കുന്ന പോലെ ഒരു ഇതല്ല ബൈബിളിലുള്ള ക്രിസ്ത്യാനിറ്റി. ഒബീഡിയൻസ് അൺ ടു ഫെയ്ത്ത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിന് വേണ്ടി, വിശ്വാസത്തിന്റെ അനുസരണത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തെ മാത്രമേ ക്രിസ്ത്യ ജീവിതം എന്ന് വിളിക്കാൻ പറ്റൂ. റോമൻ 16 എടുക്കുമ്പോൾ 16:25 എടുക്കുമ്പോൾ ഒബീഡിയൻസ് അൺ ടു ഫെയ്ത്ത്. നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഒബീഡിയൻസ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫുൾ, സ്വർഗത്തിൽ പോകുന്ന നരകത്തിൽ പോകുന്നുള്ള കാര്യമല്ല. ജോഷുവയും ഡിസൊബീഡിയൻസ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് എ സ്പിരിറ്റ് ഓഫ് ഒബീഡിയൻസ്. 16:25-26 വായിക്കുമ്പോൾ അതോടെ ഇംഗ്ലീഷ് വായിക്കും. Now to him who is able to establish you according to my gospel and the preaching of Jesus Christ, according to the revelation of the mystery kept secret since the world began, but now made manifest and by the prophetic scriptures made known to all nations, according to the commandment for the everlasting God, for the obedience to the faith. The obedience of the faith. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ കർത്താവിനെ സ്വീകരിച്ചേക്കുന്നത് ഒബീഡിയൻസ് ഓഫ് ദി ഫെയ്ത്തിനാ. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ സിൻസിയർ ആയിട്ടുള്ള ഒബീഡിയൻസ് ടു ദി ഫെയ്ത്ത് ഇല്ലെങ്കിൽ ഈ മരുഭൂ യാത്രയിൽ ദൈവം നട്ടം തിരിക്കും. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ഐശ്വര്യമായിട്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ ലെറ്റ് സറണ്ടർ അവർ ലൈഫ് ടു ദി ലോർഡ്. എനി സിറ്റുവേഷൻ, കർത്താവിന്റെ കൺട്രോളിലല്ലാത്ത ഒരു സിറ്റുവേഷൻ ഈ ലോകത്തിലില്ല. അതുകൊണ്ട് ഓരോ തവണ കൂടി വരുമ്പോഴും ലെറ്റ് us renew our commitment, let us obey the Lord in each and everything. ദൈവം നമ്മുടെ ഷോർട്ട് കമ്മിങ്സിനെയൊക്കെ ക്ഷമിക്കുന്ന ദൈവം. ഫർഗെറ്റ് അബൌട്ട് ദി പാസ്റ്റ്. പൗലോസ് പറയുന്നത് പിമ്പിലുള്ളതിനെ മറന്നിട്ട് മുമ്പിലുള്ള ലക്ഷ്യത്തിലേക്ക് അതിശീഘ്രം നമുക്ക് ഓടാം. ദൈവം നമ്മളെ സഹായിക്കും. കർത്താവിന് സ്തുതി സ്തോത്രം സമയം എടുക്കും.